voice of God. God through evangelist Shaji Joseph. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദ വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊരു പുതിയ സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. മടക്കയാത്ര. വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. ലോകത്തിന്റെ തത്വങ്ങളും നിന്റെ സിസ്റ്റങ്ങളും ഇട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പസമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല. സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണോ? നിനക്കൊരു ഒറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലോ സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയും സ്റ്റോപ്പ്. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അറിവിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. എന്നാൽ യോഹന്നാൻ 6:57 കർത്താവ് ശിക്ഷാവിധിയല്ല രക്ഷാവിധി പ്രഖ്യാപിച്ചു. നീ എന്നെ തിന്നാൽ ഞാൻ മൂലം ജീവിക്കും. Glory to God. Hallelujah. Hallelujah. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവസന്നിധിയിലിരിക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന്റെ കൃപയാലാണ് നാം നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ നാം നിൽക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ നാം നടക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ നാം ശ്വസിക്കുകയാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒന്നും നമുക്ക് അഹങ്കരിക്കാനില്ല. ഗ്ലോറി. ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ലോർഡ്. ഒരിക്കലും ഒരു സഹോദരിയെ കണ്ടുമുട്ടാനിടെ ആ സഹോദരിയെ സംബന്ധിച്ചുള്ള വിഷയം ഇതാണ്. ആ സഹോദരിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വലിക്കാൻ അകത്ത് കയറ്റണ്ടേ? അകത്ത് കയറ്റാനുള്ള ശക്തിയില്ല. ഗ്ലോറി. നമുക്കെല്ലാം വലിച്ചകത്ത് കയറ്റാനുള്ള ശക്തി തന്നിട്ടില്ലയോ? ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമല്ലയോ? ഇനി വലിച്ച് അകത്ത് കയറ്റാനുള്ള ശക്തി ഉണ്ടെങ്കിലും നിങ്ങൾ ചന്ദ്രനിലാണെങ്കിലോ? അറിഞ്ഞൂടല്ലേ? അവിടെ ഈ ജീവശ്വാസം ഇല്ല. ഏമേ, അവിടെ ഈ ജീവശ്വാസം പ്രാണവായു അവിടെ ഇല്ല. ഏമേ, നമ്മൾ വലിക്കുമ്പോ
ആ പ്രാണവായു മൂക്കിന്റെ തുമ്പത്ത് കൊണ്ട് വെച്ച് തന്നിരിക്കുന്ന തമ്പൂരാൻ എത്രയോ വലിയ കാര്യമാണ് തന്നിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതിന്റെ വില അറിയണമെങ്കിൽ ഒരു അല്പനേരം പോയി ലേക്ക് ഷോറിൽ പോയി ഒന്ന് വലിച്ചാൽ മതി. ഇതിന്റെ വില അറിയാം, പ്രാണവായുവിന്റെ വില. ദിവസങ്ങൾക്ക് ഇങ്ങനെ കൂടുമ്പോൾ ലക്ഷങ്ങളുടെ ബില്ലുകൾ ഇങ്ങനെ മറിയണത് കാണാം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കത്തില്ല. ഇൻ കേസ് നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന വോട്ടിട്ട് തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണ് പ്രാണവായു തരുന്നതെങ്കിലോ, വെള്ളത്തിന്റെ ബില്ല് വരുന്നത് പോലെ, ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വരുന്നത് പോലെ എല്ലാ മാസവും പ്രാണവായുവിന്റെ ബില്ലിങ് വരും. മനസ്സിലായോ? ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ പലതും ദൈവം നെറ്റിയിലെ വേർപ്പുണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഈ ഒരു കാര്യം പറയാഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എൻ്റെ പിതാവ് പെങ്ങളുടെ വിവാഹത്തിന് പോകാൻ വീട്ടിൽ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് എൻ്റെ പിതാവ് വന്നിട്ട് ഒരു വടിയെടുത്ത് പോടാ വീട്ടിലേക്കെന്ന് പറഞ്ഞതുപോലെ. എന്താ കാര്യം എന്നറിയാമോ? വീട്ടിലൊരു വിവാഹം നടക്കാൻ പോവുക. ഇവൻ ഇവിടെ കിടന്ന് അവന്റെ കൂട്ടുകാരോടത്ത് കളിക്കുക. അതിനെക്കുറിച്ചുള്ള ബോധമോ സുബോധമോ ഇവനില്ല. ആമേൻ. ഇന്നും കർത്താവിനോട് പറയാനുള്ളത്, സഭയോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു വിവാഹം നടക്കാൻ പോവുക വീട്ടില്. ഈ ഇവിടെ കിടന്ന് ലോകമക്കളോട് കിടന്ന് കളിക്കുക. ഈ വീട്ടിൽ പോ. മനസ്സിലായോ? ഹല്ലേലൂയ. ലോകത്തിന്റെ തത്വങ്ങളും കുഞ്ഞെ നിന്റെ സിസ്റ്റങ്ങളും ഇട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പ സമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് കുഞ്ഞെ നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല. സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം കുഞ്ഞെ നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണോ? നിനക്ക് ഒറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലോ സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയും സ്റ്റോപ്പ്. നിന്റെ അപ്പുറം കൊണ്ടാകാൻ പറ്റത്തില്ല. നിന്റെ അപ്പുറം കൊണ്ടാകാൻ പറ്റത്തില്ല. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുഞ്ഞേ, നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തിയത്. സമയം നഷ്ടപ്പെടുത്തിയത്. ടൈം ഈസ് ദ പ്ലാറ്റ്ഫോം കറൻസി. സമയമാണ് പ്ലാറ്റ്ഫോം കറൻസി. അതിന്റെ മുകളിലാണ് ദിർഹമായാലും ഡോളറായാലും യൂറോ ആയാലും പൗണ്ട് ആയാലും റുപ്പീസ് ആയാലും ഓടുന്നത്. ഇവൻ ഭൂമിയിൽ വരുമ്പോൾ ഏറ്റവും വലിയ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ കറൻസിയായ ദൈവവചനം പോലും ഭൂമിയിൽ വരുമ്പോൾ ഓടുന്നത് സമയത്തിന്റെ മുകളിലാണ്. ഭൂമിയിൽ വരുമ്പോൾ ഓടുന്ന സമയത്തിന്റെ മുകളിലാണ്. അനേക ദൈവദാസന്മാർക്ക് ഞങ്ങൾ മെയിലുകൾ വഴി പല രീതിയിലും ടി വിയിൽ അഡ്വർടൈസ്മെന്റ് പല രീതിയിൽ അയച്ചു. ഈ വചനം ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നു. പക്ഷേ അവർക്ക് എന്തില്ലായിരുന്നു? സമയം ഇല്ലായിരുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. എന്തിനാ ഇത് ദൈവം അയപ്പിക്കണേന്ന് അറിയാമോ? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, ഞാൻ വചനം അയക്കാൻ പോകുന്നു കുഞ്ഞെ, നിനക്കുള്ള ഇൻവിറ്റേഷൻ ആണിത്. അമ്മേ, നീ ഇത് പിന്നെ ആ ദിവസം അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ദിസ് ഈസ് യുവർ ഇൻവിറ്റേഷൻ. അമ്മേ, നിനക്ക് എത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കിയ ദൈവം പറയും ആരാ സംസാരിക്കാൻ പോകുന്നത്. അമ്മേ. ഹല്ലേലൂയ. തുടർന്ന് കേട്ട വചനം തിരുവചനം നോക്കി നിനക്ക് ഉറപ്പിക്കുക. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഉറപ്പിച്ച് നീ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിൽ തിരുവചനം പറയുന്ന ഫലം ഉണ്ടാകും. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. മറ്റു പലരും പറയുന്ന ഫലമല്ല, തിരുവചനം പറയുന്ന ഫലം ഉണ്ടാകും. അങ്ങനെ തിരുവചനം പറയുന്ന ഫലം ഉണ്ട് എങ്കിൽ നിനക്ക് നിശ്ചയിച്ച് ഉറപ്പിക്കാം ഇത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. മനസ്സിലായോ? നമ്മളോട് പറഞ്ഞത് വിത്ത് നോക്കി തിരിച്ചറിയാനല്ല, നമ്മളോട് പറഞ്ഞത് ഫലം നോക്കി തിരിച്ചറിയാനാണ്.
കാരണം വിത്ത് നോക്കി തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ല. വിത്ത് നോക്കി തിരിച്ചറിയുന്നവര് രണ്ടുപേരേ ഉള്ളൂ. കാരണം അവർ രണ്ടുപേരെ വിത്തിട്ടിട്ടുള്ളൂ. വിത്ത് നോക്കി തിരിച്ചറിയുന്ന രണ്ടുപേരാ. അതിലൊന്നാണ് ദൈവം, മറ്റതാണ് ശരീരം. വിത്ത് നോക്കി അവരാ തിരിച്ചറിയുക. കാരണം വിത്തല്ല ആത്മമണ്ഡലത്തില, ഫലമെല്ലാം ഭൗതിക മണ്ഡലത്തില. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ഇവിടെ കൃഷി വകുപ്പിന്റെ എക്സിബിഷൻ വരും എറണാകുളത്ത്. ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടോ, ഈ ലക്ഷദ്വീപ് ഭയങ്കരമായ തേങ്ങയുടെ കൊല. ഒരു തേങ്ങാക്കൊലയിൽ തന്നെ 30 മുതൽ 50, 60 വരെ തേങ്ങകൾ ഇങ്ങനെ കൂടി കിടക്കുന്നു. അതിശയിച്ചു പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഏത് ഇനമാ? അവര് പറഞ്ഞു, ഇത് ലക്ഷദ്വീപിലെ തെങ്ങ. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം തോന്നിയത് ചിന്തിക്കേ. ഞാൻ പറയും, ചേട്ടാ ഇത് എനിക്ക് എന്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാണ്, എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹം ഒരു വാഗ്ദത്തം തരും. കുഞ്ഞെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ലക്ഷദ്വീപിലെ തെങ്ങിന്റെ ഒരു വിത്ത് കൊണ്ടുപോയി നീ പാകിയാ മതി, നിന്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാവും. അതാ ചേട്ടാ എനിക്കൊരു വിത്ത് തരുമോ? ഓ, തരാലോ എന്നും പറഞ്ഞ് അദ്ദേഹം ലക്ഷദ്വീപിലെ തെങ്ങിന്റെ ഒരു വിത്ത് തന്നു. ഞാൻ അതിവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഈ തെങ്ങ്, ഈ വിത്ത് പൊട്ടി മുളച്ചു വളർന്നു. അതില് ഫലം ഉണ്ടായി. ഞാൻ കണ്ടത് 30, 40, 50 ഉള്ള കൊലയാ. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടായ ആ തെങ്ങിൽ നിന്നുണ്ടായ ഫലത്തില് 2 തേങ്ങ, 1 തേങ്ങ, 3 തേങ്ങ, ഇത്രേ ഉള്ളൂ. ഇപ്പോഴാ എനിക്ക് പിടുത്തം കിട്ടിയേ. എനിക്ക് കിട്ടിയ വിത്ത് ലക്ഷദ്വീപിലെ തെങ്ങിന്റെ വിത്തല്ലായിരുന്നു. മനസ്സിലായോ? ഇതാ പറഞ്ഞ ഫലം നോക്കി വിത്തിനെ കുഞ്ഞെ നീ തിരിച്ചറിയേ. ദൈവത്തിന്റെ വിത്താണോ, ദൈവത്തിന്റെ ഫലം തരും. മനസ്സിലായോ? ദൈവം ആഗ്രഹിക്കുന്ന ഫലം തരും. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറഞ്ഞ്, ദൈവത്തിന് ജനിച്ചവരെ പാപം ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം. നിങ്ങൾ ആ വചനം ഫുള്ള് വായിച്ചില്ല. ദൈവത്തിന്റെ വിത്ത് അവന്റെ ഉള്ളിൽ കിടക്കുന്നു. അതിൽ നിന്ന് പൊട്ടി മുളച്ചത് കൊണ്ടാ അവന് പാപം ചെയ്യാൻ പറ്റാഞ്ഞേ. പിടുത്തം കിട്ടിയില്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടതിന്റെ ഒരു നക്ഷൽ, ഒരു ഷോർട്ട് ഫോമാ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പുതിയ നിയമം ഇസ് ടോട്ടലി ഡിഫറെന്റ്. പ്രിയ സഹോദരങ്ങളെ, ഇറ്റ്സ് സോ സിമ്പിൾ ആൻഡ് സോ അമേസിംഗ്. ആമേൻ, ഹല്ലേലൂയ. ന്യൂ ടെസ്റ്റ്മെന്റ് പ്രത്യേകത വളരെ സിമ്പിളാ, വളരെ അമേസിംഗോ. യേശുവിന്റെ പാതയിലാണെങ്കിൽ അല്ലെങ്കിൽ കടുകെട്ടിയ. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് രാവിലെ കർത്താവ് എന്നോട് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ അത് വരച്ചു. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ അകത്ത്, ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ടവരുടെ അകത്ത് ദൈവത്തിന്റെ വിത്തുണ്ട്. ആമേൻ. പക്ഷേ ആ വിത്ത് മുളച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ ഒരു ഫലവും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ആമേൻ. ആ വിത്ത് മുളച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ ഒരു ഫലവും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ആമേൻ. മുളപ്പിക്കാൻ കർത്താവ് ശുശ്രൂഷ വെച്ചിട്ടുണ്ട് സഭയിൽ. ആ ശുശ്രൂഷകൾ ഇന്ന് സഭയിൽ കാണുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വിത്ത് മുളയ്ക്കുന്നില്ല. ഗ്ലോറി. ദൈവത്തിന്റെ വിത്ത് മുളച്ചാലേ, ലക്ഷദ്വീപിലെ തെങ്ങിന്റെ ആ വിത്ത് മുളച്ചാലേ ലക്ഷദ്വീപിലെ തെങ്ങിന്റെ ഫലം കിട്ടത്തുള്ളൂ. ആമേൻ. ദൈവത്തിന്റെ വിത്ത് മുളച്ചാലേ ദൈവത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണത്തുള്ളൂ. പിശാച് ആദത്തിൽ കറപ്റ്റ് ചെയ്യപ്പെട്ട ആ ചതിമോഹങ്ങളാൽ വഷളായി പോയ മനുഷ്യൻ ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ കാഴ്ച കിടക്കുകയാണ്. ഓൾറെഡി കാഴ്ച കിടക്കുകയാ വിത്ത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഓൾറെഡി ആദത്തിൽ കറപ്റ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യന്റെ വിത്ത് നമ്മുടെ ജീവിതത്തിൽ കാഴ്ച കിടക്കുകയാണ്. ഇങ്ങനെ കാഴ്ച കിടക്കുമ്പോൾ
നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം തന്നെ ആ കാഴ്ച കിടക്കുന്നതിനെ വെട്ടിക്കളയണം. അതിനെ നാം വെട്ടുവാൻ ഒരു സിസ്റ്റം ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ ഇന്ന് കാണപ്പെടുന്നില്ല. ഇത് വെട്ടിക്കളയുന്നത് മടക്കയാത്രയിലൂടെയാണ്. മടക്കയാത്ര എന്ന സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനുഷ്യ ശരീരത്തെ എളുപ്പം നിങ്ങൾക്ക് കാണാം, ഈ സ്ക്രീനിലൂടെ കാണാം. ബോഡി, ശരീരം, ഈ പാർട്ട് സോള്, ഏറ്റവും താഴത്തെ പാർട്ട് സ്പിരിറ്റ്. ഇത് മൂന്നും കൂടി കൂടിയതാണ് ഒരു മനുഷ്യൻ. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ വ്യക്തിയാണ് ദൈവപുത്രൻ. ഇവിടെ എഴുതിയിരിക്കുകയാണ് സ്പിരിറ്റ്, ന്യൂ മാൻ, സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ. ആ ദൈവപുത്രന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇനി ആരും ഒന്നും ഉണ്ടാക്കിയെടുക്കണ്ട. ആ ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവമാണ്. ആമേൻ, ഹല്ലേലൂയ. എളുപ്പം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഈ നമുക്ക് പറയാവുന്ന നീർക്കോലിയുടെ കുഞ്ഞിനെ വിഷം ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കണോ? എഴയാൻ പഠിപ്പിക്കണോ? എന്താ കാര്യം? അത് നീർക്കോലിയാണെങ്കിൽ അത് നീർക്കോലിയുടെ കുഞ്ഞ്, അതുപോലെ മൂർഖനാണെങ്കിൽ മൂർഖന്റെ കുഞ്ഞാണ്. ഒന്നും പഠിപ്പിക്കേണ്ട. പാമ്പിന്റെ ഉള്ളിൽ അതിന്റെ അപ്പൻ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക് ഓൾറെഡി ഉണ്ട്. മനസ്സിലായോ? അങ്ങ് പാമ്പിന്റെയും മൃഗങ്ങളുടെയും മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞിനെ അങ്ങനെ തന്നെയായില്ലയോ? അമ്മേ, ഇനി ദൈവത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചാൽ ദൈവത്തിന്റെ കുഞ്ഞിനെ ദൈവ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ പഠിപ്പിക്കണ്ട. മനസ്സിലായില്ല? ആ കുഞ്ഞ് ജനിക്കണതേ ദൈവ സ്വഭാവത്തോടു കൂടെയാ. വ്യത്യാസം മനസ്സിലായോ? ഗ്ലോറി. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞിനെ പുറത്തിറക്കിയാൽ മതി. ആ കുഞ്ഞ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. എവിടെ? അവന്റെ ആത്മാവിൽ, അവന്റെ അകത്ത് പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ കാഴ്ച നിൽക്കുന്നത് പുതിയ സൃഷ്ടിയല്ല. ദാ അതിനെ മൂടി ഇതാ മറ്റൊന്ന്. ഇതേതാണെന്നറിയാമോ? നമ്മുടെ സോൾ, ആ പഴയ മനുഷ്യൻ കിടക്കുകയാ. ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ കിടക്കുകയാണ്. ഈ പഴയ മനുഷ്യൻ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഈ പഴയ മനുഷ്യന്റെ സ്വഭാവമാണ് ഈ മൊത്തം എഴുതിയിട്ടിരിക്കുന്നത്. വ്യഭിചാരം, പക, വിഗ്രഹാരാധന, ഇങ്ങനെ സകല കലഹവും ദൂഷണം പറച്ചിലും എല്ലാ പരിപാടി ഈ പുള്ളിക്കാരൻ്റെ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ പുതിയ സൃഷ്ടിയായ ആ ദൈവത്തിന്റെ സ്വഭാവം നിങ്ങൾ കണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ആത്മാവിന്റെ സകല ഫലവും പുള്ളിയുടെ ഉള്ളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഈ ദൈവപുത്രനെ ഇനി ദൈവസ്വഭാവം ഉണ്ടാക്കുവാൻ നാം പഠിപ്പിക്കേണ്ട. ഈ ദൈവപുത്രൻ ഈ ശരീരത്തിലൂടെ ലോകത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഉള്ളിൽ അതിന്റെ മരുന്നില്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവന്റെ അകത്ത് കിടക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഈ റിസൾട്ട് നമ്മുടെ സഭകളിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ നാം കഴിക്കുന്ന മരുന്ന് പിശാചിനെ കറപ്റ്റ് ചെയ്യപ്പെട്ടതാ. ആമേൻ. പിശാചിനെ കറപ്റ്റ് ചെയ്യപ്പെട്ടതാ. ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക. ദൈവസ്ഥ മുട്ടുകുത്തി ഒന്ന് ചോദിക്കുക, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ നീഡ് ദ റൈറ്റ് റിസൾട്ട്. ഫലം നോക്കി വൃക്ഷത്തെ ഞാൻ തിരിച്ചറിയണം. അമ്മേ, എനിക്ക് വിത്ത് നോക്കി തിരിച്ചറിയാൻ പറ്റത്തില്ല. ദൈവമാണെങ്കിൽ വിത്ത് നോക്കി തിരിച്ചറിയും. കാരണം പ്ലാന്റ് ചെയ്ത ദൈവമാണല്ലോ. ഗ്ലോറി ടു ഗോഡ്. രണ്ട് വിധക്കാരാ, ഒന്ന് പിശാചും ഒന്ന് ദൈവവും. ഗ്ലോറി ടു ഗോഡ്. ദൈവം വിതച്ചതിനെ ദൈവത്തിന് അറിയാം, പിശാച് വിതച്ചതിനെ പിശാചിന്. വിത്ത് നോക്കി അവർ രണ്ടുപേരും തിരിച്ചറിയും. അമ്മേ, ഹല്ലേലൂയ. നല്ല വിത്ത് വിതച്ചത് മനുഷ്യപുത്രൻ, കള വിതച്ചത് പിശാച്. ഗ്ലോറി. രണ്ട് വിധക്കാരാ, അവർക്ക് വിത്ത് നോക്കി തിരിച്ചറിയാം.
ഇതുകൊണ്ടാണ് ദൈവം ജെറമ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം എന്നറിയാമോ? നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴാണ് നിന്റെ ചിന്തയിൽ, ഞാൻ പാരഫ്രൈസ് ചെയ്യാം, നിന്റെ ചിന്തയിൽ നീ അറിയുന്നത്, നിന്റെ ഡോക്ടർ അറിയുന്നത്, നിന്റെ അമ്മ അറിയുന്നത്. പക്ഷേ ഞാൻ അറിയുന്നത് നിന്നെ അവിടെ വച്ചല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഭ്രൂണ ആകാരം ആകുന്നതിന് മുമ്പ്, നീ പിണ്ടാകാരം ആകുന്നതിന് മുമ്പ്, അതിനു മുമ്പ് എനിക്ക് നിന്നെ അറിയാം. കാരണം നീ എന്റെ വിത്താ, നീ എന്റെ വിത്താ. എനിക്ക് നിന്നെ നേരത്തെ അറിയാം. ഏമേ, നീ അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം. നീയല്ലേ വലിയ ടെൻഷൻ അടിക്കണേ ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന്. നിന്റെ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച്, നിന്റെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ വെച്ച് നിനക്ക് ഉണ്ടായ വിഷയങ്ങളൊന്നും തരണം ചെയ്തത് നിന്റെ അമ്മയല്ല. അമ്മേ, നിന്റെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ വെച്ച് നിനക്ക് ടെൻഷൻ ഉണ്ടായോ നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന്? അമ്മയുടെ വയറിന്റെ ഉള്ളിൽ വെച്ച് സകല വിഷയങ്ങളും സകല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടായതിനെ മുഴുവൻ തരണം ചെയ്യിപ്പിച്ച ഞാൻ തന്നെയാണ്, ദൈവമായി ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഇനി എപ്പോഴാ കുഞ്ഞെ നിന്റെ അമ്മയ്ക്ക് നിനക്കൊക്കെ ടെൻഷൻ ആരംഭിച്ചേ? നിന്നെ ആ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തന്നതിന് ശേഷമാണ്. മനസ്സിലായോ? അപ്പോൾ അമ്മയുടെ വയറ്റിൽ കുഞ്ഞെ നിന്റെ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ, നിന്റെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ, നിനക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ, നിന്നെ കാത്തു പരിപാലിക്കാൻ എനിക്കറിയാമെങ്കിൽ തുടർന്ന് നിന്റെ അന്ത്യം വരെ നടത്തുവാൻ, നിന്നെ എത്തിക്കേണ്ടോടത്ത് എത്തിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ദൈവത്തോട് അനുസരണമുള്ളവനായി കൂടെ ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മുടെ സ്വയത്തിലേക്ക് പിൻവാങ്ങാതെ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ആ വ്യക്തി, ആ പുതിയ സൃഷ്ടിയായ വ്യക്തി ലോകത്തിലോട്ട് ഇറങ്ങിയാൽ ഈ ലോകത്തിൽ നമ്മളിലൂടെ ദൈവം വെളിപ്പെടും. ഇതാണ് ദൈവരാജ്യം ഭൂമിയിലാകുന്നത്. വളരെ സിമ്പിളാണ്. ദൈവരാജ്യം ഭൂമിയിലാകുന്നത് ദൈവപുത്രന്മാർ ഭൂമിയിൽ ഉണ്ടായാൽ മതി. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ദൈവപുത്രന്മാരിലൂടെ ദൈവം ഭൂമിയെ ഭരിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ ദൈവപുത്രനെ മൂടി, വീണ്ടും ജനിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ഈ ദൈവപുത്രനെ മൂടി ഇതാ നിൽക്കുന്നു പഴയ കറപ്റ്റഡായ, ആദത്തിൽ കറപ്റ്റഡായ ആ ചതിമോഹങ്ങളെ വഷളായി പോയ മനുഷ്യൻ നിൽക്കുകയാണ്. എഫേസ്യ ലേഖനം 4:22 നമ്മൾ വായിക്കുമ്പോൾ ഈ മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 4:22 നാം വായിക്കുമ്പോൾ ഈ മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 4:22 ഒന്ന് വായിച്ച്. മുമ്പിലത്തെ രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച മതി. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയുക, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു പഴയ മനുഷ്യനുണ്ട്. അവനെ നിങ്ങൾ പണിതെടുക്കാനുള്ളതല്ല. ഇന്നത്തെ പ്രശ്നം ഇവനെ പണിതെടുക്കുക. ആ സഭകളിൽ മേജർ മിസ്റ്റേക്ക്. ദേവദാസന്മാരെ മനസ്സിലാക്കിക്കോ, മേജർ മിസ്റ്റേക്ക്. ഇന്ന് ജനത്തിന്, ധാരാളം നിഷ്കളങ്കരായ ജനത്തിന് ആത്മീയമായി വളരണമെന്ന് താല്പര്യമുണ്ട്. ആമേൻ. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർ വളരാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, അവർ ആത്മീയമായി വളരാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. അവർ വളരാത്തത്. നിങ്ങൾ അതിശയിക്കുന്നത് ഇങ്ങനെ പറയുന്നത്? അതെ, നിഷ്കളങ്കരായ ധാരാളം വ്യക്തികൾ സഭയ്ക്കകത്തുണ്ട്. അവരുടെ ആഗ്രഹം ദൈവത്തെ എല്ലാമായി സ്നേഹിച്ച് എനിക്ക് ആത്മീയമായി വളരണം എന്നാണ് അവരുടെ ആഗ്രഹം. അതനുസരിച്ചാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അവരാത്മീയമായി വളരാത്തതിന്റെ കാരണം അവരാത്മീയമായി വളരാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വളരാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അഭിഷേകത്തിൽ വളരാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഉപവാസത്തിൽ വളരാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആത്മീയത്തിൽ വളരാൻ പറ്റുന്നവർ വളരെ ചുരുക്കമാണ്. നിങ്ങളുടെ 21 ദിവസം 41 ദിവസം ഉപവാസം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അഭിഷേകത്തിൽ വളരുന്നുണ്ട്, പ്രാർത്ഥനയിൽ വളരുന്നുണ്ട്. ആത്മീയത്തിൽ വളരുന്നവർ വളരെ ചുരുക്കമാണ്.
പ്രിയരെ, മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാൻ ഇടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ DVD-യോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ